ഹലോ ഗായ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MDC തേർഡ് സെം MDC സയൻസസ് പേപ്പറിലെ ദ ബർത്ത് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ചിട്ടാണ്. ഈ ഷോർട്ട് ഫിലിമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് ഹൈ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ച് സിനിമകൾ നിർമ്മിക്കുന്ന ഈ കാലത്ത് നമ്മളുടെ ഒരു വിവോ X80 എന്ന് പറയുന്ന വെറും ഒരു സ്മാർട്ട് ഫോണിൽ എടുത്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്, അല്ലൊരു ഒരു ഡോക്യുമെന്ററി പോലെയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് വളരെ ലെങ്ത് കുറഞ്ഞ ഒന്നാണ്. കാണാൻ നല്ല രസമുള്ള ഒരു ഷോർട്ട് ഫിലിമായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കുട്ടി മാത്രമാണ് ഇതിൽ ക്യാരക്ടറായിട്ട് വരുന്നത്. അവനെ വെച്ചുകൊണ്ട് മാത്രം ഒരു 10 മിനിറ്റോളം വരുന്ന ഷോർട്ട് ഫിലിമാണ്, 7-8 മിനിറ്റ് വരുന്ന ഷോർട്ട് ഫിലിമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. വിമൽ ചന്ദ്രൻ അതേപോലെ തന്നെ അജയ് മേനോൻ എന്ന് പറയുന്ന രണ്ടാളുകളാണ് ഈ സിനിമ നിർമ്മാണം ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ടൈറ്റിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ദ ബർത്ത് എന്നാണ് സിനിമയ്ക്ക് ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ജനനം, അല്ലെങ്കിൽ പുതിയൊരു ജനനം എന്നുള്ളൊക്കെ ഒരു മീനിങ്ങിൽ വരുന്ന ഒരു ടൈറ്റിലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ സിനിമയുടെ ഒരു ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ചെറുപ്പക്കാരൻ പയ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ട് ഇതിൽ. അവൻ എന്ത് ചെയ്യണം, അവന്റെ വീട്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവന്റെ അമ്മമ്മയുടെ ഒരു ബുക്ക് കിട്ടുകയാണ്. അവന്റെ അച്ഛമ്മയുടെ ഒരു മാജിക് ബുക്ക് കിട്ടുന്നുണ്ട്. റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ എലമെന്റ്സ് ഉണ്ടെന്നെങ്കിൽ കുറച്ച് മാജിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ് നമുക്ക് ഈ സിനിമയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അവൻ ഈ ബുക്ക് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, അവൻ ഇത് ഉപയോഗിച്ച് നോക്കുകയാണ്. ഈ ബുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ബുക്കിൽ എന്ത് വെച്ച് കഴിഞ്ഞാലും തലേ ദിവസം എന്ത് വെച്ച് കഴിഞ്ഞാലും രാവിലെ ആകുമ്പോഴേക്കും അത് ഡബിൾ സൈസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും, ഡബിൾ ഐറ്റം ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇവൻ ആദ്യമായിട്ട് അരിഞ്ഞ് ജപിക്കുന്ന ഒരു മയിൽപീലിയാണ്. അത് നോക്കുമ്പോൾ എന്താണ്, 2 ഇരിക്കുന്നത്. പിന്നെ അവൻ കുറെ പെന്ന് വെച്ച് നോക്കുന്നുണ്ട്, പൈസ വെച്ച് നോക്കുന്നുണ്ട്, ഗോൾഡ് വെച്ച് നോക്കുന്നുണ്ട്. അവനെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളൊക്കെ അവൻ എന്ത് ചെയ്യാണ്, ഈ ബുക്കിന്റെ ഉള്ളിൽ വെച്ച് നോക്കുകയാണ്. ഇവൻ എന്നും കിടക്കാൻ നേരത്തെ എന്തെങ്കിലും ഒക്കെ ഒരു പ്രൊഡക്റ്റ് ഈ ബുക്കിന്റെ ഇടയിൽ വെച്ച് കിടന്നുറങ്ങും. അങ്ങനെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എന്താണ്, അത് ഡബിൾ സൈസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഒരു മാജിക്കലിസ്റ്റിക് എലമെന്റ്സ് നമുക്ക് ഇതിൽ കൂടുതലായിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഇതിലും കുറച്ച് ട്രാജിക് ആയിട്ടുള്ള ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. ഇവൻ ഇങ്ങനെ ഈ ബുക്ക് ഉപയോഗിക്കുന്നതിന്റെ ഇടയിൽ, രാത്രി വായിച്ചു നോക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്യാണ്, ഈ ബുക്ക് അവന്റെ നെഞ്ഞത്ത് വെച്ചിട്ട്, അവന്റെ മുഖത്ത് വെച്ചിട്ട് അവൻ കിടന്നുറങ്ങി പോവാണ്. നമുക്ക് ആ ബുക്കിന്റെ പ്രത്യേകത അറിയാം. അത് എന്ത് വെച്ചാലും എന്താണ്, 2 മാറിയിട്ടുണ്ടാവും രാവിലെ ആകുമ്പോഴേക്കും. അങ്ങനെ ഇവൻ ബുക്ക് വെച്ച് അറിയാതെ ഉറങ്ങി പോകുന്നുണ്ട്. രാവിലെ ഇവൻ ഒരു ഹാലൂസിനേഷനും ഒരു ഡ്രീമിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കുന്ന പോലെയൊക്കെയാണ് എണീറ്റ് വരുന്നത്. അപ്പൊ എണീറ്റ് വരുമ്പോൾ തന്നെ ഇവൻ ആകെ ഞെട്ടുന്നുണ്ട്. കാരണം തൊട്ട് മുന്നിലെ കസാരയിൽ ഇരുന്നിട്ട് അവനെ പോലെ തന്നെ ഒരു മുഖം ഇരുന്ന് ആടുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്, അവൻ ആ ബുക്ക് വെച്ച് കിടന്നുറങ്ങി. അവന്റെ മുഖമായിരുന്നു അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അവൻ ചെയ്തിട്ടുണ്ട്, അവൻ മോർണിംഗ് ആയപ്പോഴേക്ക് 2 മാറിയിട്ടുണ്ട്. അങ്ങനെ മാജിക്കലായിട്ടുള്ള ഒരു മൂവിയാണിത്. ഇതോടെയാണ് ഇതിന്റെ എൻഡിങ് വരുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊരു സ്മാർട്ട് ഫോണിൽ എടുത്തിട്ടുള്ള വിവോ X80 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണിൽ എടുത്തിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ സ്മാർട്ട് ഫോണ് കൊണ്ട് മൂവി എടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഹൈ എൻഡ് ഫോണുകളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം പ്രൈസി ഒന്നല്ലാത്ത ഒരു ഫോണിൽ എന്ത് ചെയ്യാണ്, നല്ലൊരു മൂവി അവർക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് നമ്മളെ സയൻസ് ആൻഡ് ടെക്നോളജിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഓവറോൾ ടെക്സ്റ്റിലെ ഡോക്യുമെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. ദ ബർത്ത്, എ ഷോർട്ട് ഫിലിം ബൈ വിമൽ ചന്ദ്രൻ ആൻഡ് അജയ് മേനോൻ. Birth is a short film directed by Vimal Chandran and Ajay Menon, two creative forces known for their unique visual storytelling. യൂണീക്ക് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നമ്മളുടെ മൂവി രംഗത്തേക്ക് കടന്നു വന്ന 2 ഡയറക്ടേഴ്സ് ആണ് വിമൽ ചന്ദ്രനും നമ്മളുടെ അജയ് മേനോനും എന്ന് പറയുന്നത്. വിമൽ ചന്ദ്രൻ ഈസ് എ മൾട്ടിഡിസിപ്ലിനറി വിഷ്വൽ ആർട്ടിസ്റ്റ് ഹൂസ് വർക്ക് ബ്ലെൻഡ്സ് ഇല്ലസ്ട്രേഷൻ, ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം. മൾട്ടിഡിസിപ്ലിനറി ആണ്. പലതരം വിഷയങ്ങളെ കൂട്ടിക്കലർത്തിക്കൊണ്ട് സിനിമ എടുക്കുന്ന, അല്ലെങ്കിൽ പെയിന്റിങ്സ് വരയ്ക്കുന്ന, അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന, ഫോട്ടോ എടുക്കുന്ന ഒരു സിനിമാക്കാരനാണ് എന്തെന്ന് പറയുന്നത് വിമൽ ചന്ദ്രൻ എന്ന് പറയുന്നത്. ഇൻസ്പയർഡ് ബൈ ഫോക്ക് ടെയിൽസ്, നാടോടി കഥകള്, childhood memories and pop culture, his artistic style is both nostalgic and futuristic. ഈ നാടോടി കഥകളിൽ നിന്ന് ഒരു ഇംപ്രഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മളുടെ ടെക്നോളജിക്ക് ഇമ്പാക്ട് ചെയ്യുന്ന, അതേപോലെ തന്നെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള തീംസിലൊക്കെയാണ് ഇവര് കൂടുതലായിട്ട് സിനിമകൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അജയ് മേനോൻ ഈസ് എ വെൽ നോൺ സിനിമാറ്റോഗ്രാഫർ ആൻഡ് ഫോട്ടോഗ്രാഫർ ഇൻ ദ മലയാളം ഇൻഡസ്ട്രി. ഇപ്പോൾ മലയാളം സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറും സിനിമാറ്റോഗ്രാഫറും ഒക്കെയാണ് അജയ് മേനോൻ എന്ന് പറയുന്നത്. To
Together, their collaboration brings a rich of imagination, technique and narrative depth to the screen. ഇവർ രണ്ടുപേരാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അവരുടേതായ യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റീസ് നമുക്ക് ഈ സിനിമയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ വിഷ്വൽസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നമുക്കിനി സിനിമയുടെ ഒരു റൈറ്റപ്പിലേക്ക് പോവാം. The Birth is a visually captivating short film shot entirely on the Vivo X80 smartphone. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വിവോ X80 എന്നൊരു ഫോണിലാണ് എൻറ്റയർലി സിനിമ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇറ്റ് ടെൽസ് എ മാജിക്കൽ സ്റ്റോറി റൂട്ടഡ് ഇൻ ഇമാജിനേഷൻ ആൻഡ് ഫോക്ലോ. ഇമാജിനേറ്റീവ് വേൾഡിൽ കുറെ ഭാവാത്മകമായ രീതിയിലാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നാടോടി കഥകളിൽ നിന്നൊക്കെ നമ്മളുടെ ഇംപ്രഷൻ ഉൾക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സിനിമയിലെ കഥ എന്ന് പറയുന്നത്. ഓക്കെ, മാജിക്കൽ റിയലിസ്റ്റിക് എലമെന്റ്സ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. The plot revolves around a curious young boy who discovers a mysterious book belonging to his grandmother. ഈ കഥയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ കുട്ടി അവന്റെ അച്ചമ്മ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ ബുക്ക്, അവന് ഒരു മിസ്റ്റീരിയസ് ബുക്ക്, നിഗൂഢത നിറഞ്ഞൊരു ബുക്ക് അവന് ലഭിക്കുന്നുണ്ട്. The book holds a strange power. Anything kept inside it night multiplies by morning. ആ ബുക്കിന് എന്തുണ്ട്, ഒരു സ്ട്രേഞ്ച് ഒരു സ്വഭാവമുണ്ട്. രാത്രി എന്താണോ വെച്ചത് മോർണിംഗ് ആകുമ്പോഴേക്ക് ഡബിൾ ആയിട്ട് മാറിയിട്ടുണ്ടാവും. In a dramatic twist, the boy leaves the book open in his chest as he sleeps and wakes up to find a double on himself wandering through the house. അങ്ങനെ ഒരു ദിവസമാണ് അവൻ കുറേ സാധനങ്ങൾ വെച്ച് നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഗോൾഡ് ആയിട്ടും പെൻസ് ആയിട്ടും മണി ആയിട്ടും ഒക്കെ വെച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ അറിയാതെ എന്ത് ചെയ്യാണ്, തലേ ദിവസം അവന്റെ മുഖം വെച്ചിട്ട് ചെസ്റ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, കിടന്നുറങ്ങി പോകണം. രാവിലെ എണീക്കുമ്പോൾ കാഴ്ച കണ്ടിട്ട് അവൻ ഞെട്ടുന്നുണ്ട്. എന്ത്, അവൻ ബോഡി ഡബിൾഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവന്റെ ഒരു ഇരട്ട എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കറങ്ങി നടക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. The film masterfully combines wonder, suspense and a childlike sense of adventure. ഒരു കുട്ടി ഒരു യാത്ര ചെയ്യുന്ന പോലെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള രീതിയിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് സസ്പെൻസ് കാണാൻ പറ്റും, വണ്ടർ അടിക്കാനുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, അത്രയും ഒരു ഫോണിൽ ഇതൊക്കെ ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഓക്കെ, ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാലത്തില് Kerala State Award winning child actor Vasudev Sajeesh is the lead role in the film. Vasudev Sajeesh എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സിനിമയിലെ യങ് ബോയ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. The Birth stands out as a fine example of modern storytelling. നമ്മുടെ ആധുനിക കഥാരീതികളിൽ കഥ പറയുന്ന രീതിയിലാണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ബർത്ത് എന്ന സിനിമ എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഈസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ട്രഡീഷൻ വൈൽ ബിലീവിംഗ് എലിവേറ്റഡ് ത്രൂ ദ ക്രിയേറ്റീവ് യൂസ് ഓഫ് ടെക്നോളജി. നമ്മളുടെ ട്രഡീഷനുകളെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുവരാനാണ് ഈ സിനിമയിലൂടെ നമ്മൾ റൈറ്റേഴ്സ് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ പണ്ട് കാലത്തുള്ള കുറെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അല്ലെങ്കിൽ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന കുറെ വിശ്വാസങ്ങളെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നത്. നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് സിനിമകൾ കാണാനായിട്ട് പറ്റും. ഇപ്പൊ ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട് അല്ലേ, കുറെ വിഷ്വലൈസ്ഡ് ഫാന്റസി ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കുന്നതിൽ ഫാന്റസി എന്ന എലമെന്റ്സ് കുറെ ഉണ്ട്, പക്ഷെ അതിന്റെ എൻഡിലാണ് മനസ്സിലാവുന്നത് അതിൽ അവന്റെ ഫാദർ തന്നെയാണ് അതൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്. ഇങ്ങനത്തെ കുറെ റീൽസുകളും കുറെ വീഡിയോസും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഒരു പണപ്പെട്ടി കാണാറുണ്ട്, അല്ലെങ്കിൽ ഒരു റൈസ് ബോക്സിന് നമ്മൾ കാണാറുണ്ട്, എന്തിട്ടാലും ഡബിൾ ആവുന്ന. അപ്പൊ അതേപോലെയൊക്കെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറച്ച് ഇമാജിനേറ്റീവ് കാര്യങ്ങൾ വരുന്ന ഒരു സ്റ്റോറി ആയിട്ട്, ഒരു ഫിലിം സ്റ്റോറി ആയിട്ട് നമ്മൾ ഇതിനെ കാണണം. Okay, so that's all about the story, The Birth. Thank you.